എൻ്റെ അക്കൗണ്ട് ഹോൾഡായി എൻ്റെ 192 രൂപ എൻ്റെ നിന്ന് പിടിക്കുകയും ചെയ്തു. ഹായ് ഫ്രണ്ട്സ്, സൊമാറ്റോ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാതന്ത്ര്യ ദിനമാണ് നമ്മുടെ രണ്ടാമത്തെ രണ്ടാമത്തെ ഓർഡറിന് 97 കിട്ടിയിരിക്കുന്നത്. സ്വാതന്ത്ര്യ ദിനത്തിലെ മൂന്നാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിലെ മൂന്നാമത്തെ ഓർഡർ ബിരിയാണിയാണ്. ഇത് ചാത്തന്നൂരിലുള്ള ബിരിയാണി കടയാണ്. ആദം റെസ്റ്റോറൻ്റാണ്. ഈ ബിരിയാണിക്ക് നല്ല മണമാണ്. പക്ഷേ ഇതുവരെ ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. ഒരു ദിവസം കഴിച്ചു നോക്കിയിട്ടപ്പോൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇത് കൊട്ടിയത്തേക്കാണ് കേട്ടോ ഈ ഓർഡർ. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 38 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. യെസ്, 1:4 കേട്ടോ. സെൽഫി എടുക്കാൻ വന്നല്ലോ. പിന്നെ നമ്മൾ കിലോമീറ്റർ 17,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 2 മണിയായിട്ടുണ്ട്. 1:53 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ നാലാമത്തെ ഓർഡർ 4 കഴിഞ്ഞു. 5ാമത്തെ ഓർഡർ. ഇന്ന് അടിപൊളി ഓർഡറാണല്ലോ. സ്വാതന്ത്ര്യ ദിനമായിട്ട് നല്ല ഓർഡറാണ്. നമ്മളെത്തിയിരിക്കുന്നത് കണ്ണനല്ലൂരാണ് ഗൈസ്. കണ്ണനല്ലൂർ അറഞ്ചും പുറഞ്ചും പണി നടക്കുകയാണ്. വീതി കൂട്ടുന്ന പണിയാണ്. അവിടെയൊക്കെ പുതിയ ഓണായിട്ട് വെട്ടി റെഡി ആക്കിയിട്ടുണ്ട്. അങ്ങനെ 5ാമത്തെ ഓർഡർ നമ്മൾ കണ്ണനല്ലൂരിൽ നിന്ന് എടുത്തത്. നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാണ്? ചാത്തന്നൂരാണ് ഫ്രണ്ട്സ്. അതിന് 77 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത ഓർഡർ നമുക്ക് അടിച്ചതേ ഒരു ട്രാൻസ്ഫർ ഓർഡറാണ്. ആദർശ് പറ്റിയാണെന്ത് വണ്ടി പഞ്ചറങ്ങാനായി കാണും കേട്ടോ. സ്വാതന്ത്ര്യ ദിനത്തിന് തന്നെ പണി കിട്ടിയതാണ് തോന്നുന്നത്. ആ ഓർഡർ ക്യാൻസൽ ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ഒരു ട്രാൻസ്ഫർ ചെയ്ത ഓർഡർ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി. അവനിക്ക് വേറെ പരിക്കൊന്നുമില്ല. ഒരു ഓട്ടോക്കാരനും ബൈക്കും ആയിട്ട് അങ്ങനെ അവർ തമ്മിൽ നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കുമായിരുന്നു. ആ പോലീസ് സ്റ്റേഷനിലായിരുന്നു കേട്ടോ. അപ്പോൾ സംസാരിച്ച് ഇരുന്നപ്പം ഇത് കുറച്ച് നേരമേ ഉള്ളൂ. സത്യം പറയാം, അവനിക്ക് ഓർഡർ അടിച്ചിട്ട് കുറേ നേരമായി. അന്നേരം കസ്റ്റമർ ക്യാൻസൽ ചെയ്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സാധനം എടുത്ത് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് കണ്ടോ അക്കൗണ്ട് ഹോൾഡ്, ഓർഡർ ക്യാൻസൽ. എന്ത് ചെയ്യാനാണ്? ഡിഡക്ഷൻ അപ്ലൈഡ് 190 രൂപ. എൻ്റെ 192 രൂപ കട്ട് ചെയ്ത്. അങ്ങനെ എൻ്റെ സ്വാതന്ത്ര്യ ദിനം 3G ആയിരിക്കുകയാണ്. എൻ്റെ അക്കൗണ്ട് ഹോൾഡായി. അതിന് റിവ്യൂ ഒക്കെ ചെയ്തിട്ടേ തരുള്ളൂ. ഇവർ 2 വട്ടം വിളിച്ചെന്ന് പറഞ്ഞു കേട്ടോ. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സ്പാം കാളായിട്ടാണ് വരുന്നത്. ഞാൻ അറിഞ്ഞു പോലുമില്ല. ഞാൻ അവരടുത്ത് സംസാരിച്ചിരിക്കുകയായിരുന്നു. കോൾ വന്ന് അറിഞ്ഞു. എന്തായാലും എൻ്റെ 192 പോയി, അക്കൗണ്ടും പോയി. ഒരു കുറ്റവും ചെയ്യാത്ത എനിക്ക് എന്തായാലും 192 ഒരു ഊണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അക്കൗണ്ട് പോയി. താങ്ക് യു സൊമാറ്റോ. താങ്ക് യു വളരെയധികം നന്ദിയുണ്ട്. ഞാൻ എന്തായാലും വീട്ടിൽ പോവാണ്. എൻ്റെ ഇതൊക്കെ എനിക്ക് 100 കടന്നേത് നോക്കണേ. അതായത് 100 കടന്നേത്. ഇപ്പോൾ 84 സ്കോർ. വാവ്. നമ്മുടെ ഫ്ലീറ്റ് കോച്ച് ഉണ്ട്. ഫ്ലീറ്റ് കോച്ചിനെ വിളിക്കാൻ നടക്കൂല. സ്വാതന്ത്ര്യ ദിനമല്ലേ, എന്തിനാണോ എന്താ അങ്ങനെ ഒരു ഓപ്ഷൻ ഫ്ലീറ്റ് കോച്ചിനൊക്കെ പറയും. അതും നടക്കൂല. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് 5 ഓർഡർ. എത്ര രൂപയാണ്? 300 സംതിങ് രൂപ കണ്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ 192 ഡിഡക്ഷനായി. എൻ്റെ അക്കൗണ്ട് ഹോൾഡായി ഗൈസ്. അങ്ങനെ 3:30 ആയപ്പോഴത്തേക്ക് നമുക്ക് തിരിച്ച് ഓൺലൈനിലേക്ക് കയറിയാണ്. 3:30 ആയപ്പം പിന്നെ ഓർഡർ അടിച്ചില്ല. നമ്മളേന്ന് 192 രൂപ പിടിച്ചില്ലേ, അത് തിരിച്ചു തന്നു ഗൈസ്. ആ 192 രൂപ തിരിച്ചു തന്നു. പിന്നെ ആ ക്യാൻസലായ ഓർഡർ ഉണ്ടല്ലോ, ആ ഓർഡറിന് 20 രൂപയും തന്നു. ഓർഡർ ക്യാൻസൽ 20 രൂപയും തന്ന് ആ ഓർഡർ നമ്മളെ ഇതിൽ ആഡാവുകയും ചെയ്തു. ഇതാണ് ഗൈസ് സൊമാറ്റോ. ഭയങ്കര വിഷമമായിപ്പോയി. നല്ല ഏണിങ്സൊക്കെ കിട്ടി, നല്ല ഓർഡറൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. എന്തായാലും ഓൺലൈനായി ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഓക്കെ, സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന് എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യ ദിനം 3G ആയിട്ടില്ല. നല്ലൊരു ദിനമായി മാറുമെന്നാണ് തോന്നുന്നത്. ഇന്ന് എത്ര രൂപ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ അക്കൗണ്ട് ഹോൾഡ് മാറിയതിന് ശേഷം ആദ്യത്തെ ഓർഡർ അടിച്ചു. കൊട്ടിയത്തു നിന്ന് തന്നെ അടിച്ചത്. സുപ്രീം ബേക്കറിയിലാണ്. എവിടെയാണ് ബേക്കറി?
അങ്ങനെ നമ്മൾ അയത്തിലെത്തി CNG നിറയ്ക്കാൻ. നമ്മളിപ്പോൾ 8ാമത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 8ാമത്തെ ഓർഡർ നമുക്ക് അൽബൈക്കിൽ നിന്നാണ് അടിച്ചത്. അയത്തിലുള്ള അൽബൈക്കിൽ നിന്നാണ് അടിച്ചാൽ ഇത് നല്ല ഡിലേ ആയിരിക്കും. ഇവിടെ എപ്പോൾ അടിച്ചാലും നല്ല ഡിലേ ആയിരിക്കും. മിക്കുള്ള ദിവസവും ട്രാൻസ്ഫർ ചെയ്യാനാണ് ഇവിടുന്ന് ഓർഡർ അടിച്ചാലുള്ള പതിവ്. അപ്പോൾ പെട്ടെന്ന് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കൊല്ലത്തേക്കാണ് കേട്ടോ. നമുക്ക് നേരെ കൊല്ലത്തേക്ക് വിടാം. ഇവിടുന്ന് കിട്ടിയാൽ കൊല്ലത്തേക്ക് വിടാം. നമ്മുടെ ഫുഡ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. 199. നമുക്ക് ആ പൈസ തിരിച്ച് കിട്ടി. ഊണാണ് കേട്ടോ. കഴിക്കാൻ സമയം കിട്ടിയില്ല. അങ്ങനെ 6:16 ഇപ്പോൾ ഒരു മൾട്ടി അടിച്ചേട്ടാ. ആ സെയിം കസ്റ്റമറിനാണ്. പക്ഷേ അത് സാധനം കിട്ടിയില്ലെങ്കിൽ ട്രാൻസ്ഫർ ആയിപ്പോവും. ബർഗർ ലോഞ്ചിൽ നിൽക്കുകയാണ്. സാധനം കിട്ടുമോ ഇല്ലയോ? കിട്ടിയ ലാഭമാണ് കേട്ടോ. ഒരു ഓർഡറും കൂടെ എക്സ്ട്രാ ആവുകയും ചെയ്യും. സെയിം കസ്റ്റമറിന് കൊടുത്താൽ മതി. പക്ഷേ ഡിലേ ആയാൽ കിട്ടൂല. അതാണ്. അങ്ങനെ സമയം 8 മണിയായിട്ടുണ്ട് ഫ്രണ്ട്സ്. 8:05 ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്രൂട്ട് ബീയുടെ അടുത്താണ് നിൽക്കുന്നത് കേട്ടോ. ഫ്രൂട്ട് ബി ഇപ്പം 13 ഓർഡർ ആയിട്ടുണ്ട് കേട്ടോ. 13 ഓർഡർ ആയിട്ടുണ്ട്. 784 ഉണ്ട്. ഈ 784 192 നമുക്ക് കട്ടായ പൈസ റിട്ടേൺ തന്നതാണ്. ബാക്കി 592 കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ ചെറിയ ഓർഡർ ആയിരുന്നു. പിന്നെ ഓർഡർ കുറവായിരുന്നു കേട്ടോ. അപ്പം 10-11 മണിക്കുള്ളിൽ ഫുൾ ഇൻസെൻറ്റീവ് അടിക്കുമെന്ന് അറിയത്തില്ല. 23 ഓർഡർ വേണം. നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. അങ്ങനെ 9:51 10 മണിയായി. 19ാമത്തെ ഓർഡർ അടിച്ച്. ഇവിടുന്ന് എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഓർഡർ അടിക്കുന്നത്. മക്തൂം മന്തിയോ മക്തൂം മന്തിന്ന് എനിക്ക് ആദ്യമായിട്ടാണ് ഓർഡർ അടിക്കുന്നത് കേട്ടോ. ഫുഡ് റെഡി ആണല്ലോ. ഒന്ന് പോയി എടുക്കാം. അങ്ങനെ 20ാമത്തെ ഓർഡർ. അത് ചെറിയ കേട്ടോ. 20 രൂപയുടെ ഓർഡർ അടിച്ചത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ KFC. ഇവിടെ ഇനി 1 മണിക്കൂർ നിൽക്കേണ്ടി വരും. ഇതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 3 ഓർഡറും കൂടെ മതി ഫുൾ ഇൻസെൻറ്റീവ്. അപ്പം 19 ഓർഡറായി. ഇതിൽ 192 രൂപ നമ്മൾ മുമ്പേ പറഞ്ഞ കട്ട് ചെയ്ത് തിരിച്ചു തന്നതാണ്. അന്നേരം ഇത് കൂട്ടണ്ട. ഓർഡർ എനിക്ക് 801 ആയതേ ഉള്ളൂ. എല്ലാം ചെറിയ ഓർഡറാണ്. വീക്കിലി ഈ ആഴ്ച ഇങ്ങനെയാണ്. അങ്ങനെ KFCയുടെ ഓർഡർ കൊടുത്തിട്ട് ഓർഡർ തീരെ ഇല്ല. എൻ്റെ ആദ്യത്തെ ഇൻസെൻറ്റീവ് പൊട്ടിയതേ ഉള്ളൂ. 20 ഓർഡർ ആയുള്ളൂ. ഇനി ഒരു 3 ഓർഡർ വേണം. 12 മണിക്കുള്ളിൽ 3 ഓർഡർ കിട്ടാൻ സാധ്യത കുറവാണ്. 10:38 ആയിട്ടേ ഉള്ളൂ. ചെറുതാണെങ്കിൽ കിട്ടും. പക്ഷേ ഓർഡർ ഇല്ല. ഞാൻ ഇവിടെ പോളയത്തോട് വന്നിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ വെറുതെ കുറ്റി അടിച്ചിട്ട് നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും നീങ്ങാം. കൊല്ലത്തോട്ട് പോയി ഒന്ന് ബീച്ച് റോഡിൻ്റെ അവിടേക്ക് ഒന്ന് കറങ്ങിയിട്ട് വരട്ടെ. അങ്ങനെ കിട്ടി ഓർഡർ. ലോങ് ട്രിപ്പ് തന്നെ കിട്ടി. പക്ഷേ ചെന്ന ഉടനെ റെഡി ആണെങ്കിൽ നമുക്ക് കൊണ്ടു കൊടുത്താൽ 2 ട്രിപ്പ് പിന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് ഡിലേ ആണെങ്കിലാണ് പ്രശ്നം. പോയി നോക്കാം എന്തായാലും. ഓക്കെ. കോഴിയുടെ കോഴടിച്ചല്ലേ. നമ്മളാ ഓർഡർ കുരിപ്പുഴയാണ് കേട്ടോ. പക്ഷെ റെഡിയല്ല. ഡിലേ ആവുമെന്നാണ് തോന്നുന്നത്. നമുക്ക് എഗ് ബുർജിയും 3 കേരള പൊറോട്ട. എഗ് ബുർജി മുട്ടക്കറിയൊക്കെ അത് കുത്തി എടുക്കുന്നത്. എന്തായാലും എഗ് ബുർജി 3 കേരള പൊറോട്ട പെട്ടെന്ന് കിട്ടിയിരുന്നെങ്കിൽ പെട്ടെന്ന് പ്രതീക്ഷിക്കണം. നമ്മൾ എഗ് ബുർജി കിട്ടിയിരിക്കുന്നു. നമുക്ക് സാധനം ബാഗിലേക്ക് സുരക്ഷിതമായി വയ്ക്കാം. നമുക്ക് മാപ്പിടാം. ഇവിടുന്ന് ഏകദേശം 8.5 കിലോമീറ്ററാണുള്ളത്. 8.5 കിലോമീറ്ററാണ്. പെട്ടെന്ന് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ഓർഡറും കൂടെ വേണം. 12 മണിക്ക് ശേഷം പിന്നെ ഓടാനൊരു എനിക്കിഷ്ടമല്ല. നിർത്തുപോയി കണ്ടു ഫ്രണ്ട്സ്. അങ്ങനെ 11:33 ആയപ്പോൾ മൾട്ടി ഓർഡർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുള്ള് 23 ഓർഡർ ആയിട്ടുണ്ട്. അന്നേരം ഫുൾ ഇൻസെൻറ്റീവ് കിട്ടും. പക്ഷേ ഇത് ഇവിടുന്ന് ഞാനിപ്പം ചന്ദനത്തോപ്പിക്കാണ്. ഇവിടുന്ന് ഏകദേശം 13 കിലോമീറ്ററാണ് ഒരെണ്ണം പോകാനെന്ന്. അത് കിഴക്കേ കല്ലട. അപ്പോൾ വീട്ടിലേക്ക് അവിടുന്ന് നല്ല ദൂരം കാണും. എന്തായാലും നമ്മൾ അത് കൊണ്ട് ഡെലിവറി ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് അതിന് 128 രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് വീട്ടിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്
1022 രൂപയാണ്. 1022 680. ഈ 192 ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മറ്റേ കുറച്ച് കൂട്ടി തന്നതാണ്.